ഇന്നത്തെ നമ്മുടെ റെസിപ്പി വൈറ്റ് ഫോറസ്റ്റ് ആണ്. ഇവിടെ ഞാൻ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലെ എഗ് വൈറ്റ് ആണ് ആദ്യം ബീറ്റ് ചെയ്യുന്നത്. അത് ഇങ്ങനെ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ കേക്ക് കൂടുതൽ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ടും ഒരുമിച്ച് ചെയ്യുന്നതിനേക്കാളും പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി കിട്ടും. പിന്നെ ഇതിൽക്ക് 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ചായി ചേർക്കുക. ക്രീമി ടെക്സ്ചർ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് യോക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ്, അതായത് ഒരേ ഡയറക്ഷനിൽ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഇത് നമുക്ക് ബീറ്റർ ഉപയോഗിച്ച് ചെയ്യാം, പക്ഷേ കേക്ക് ചിലപ്പോൾ കട്ടിയായി പോവും. ഒരു 30 സെക്കൻഡൊക്കെ നമുക്ക് ബീറ്റർ ഉപയോഗിച്ച് ഇത് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതൽ മിക്സ് ചെയ്താൽ കേക്ക് നല്ല റഫായി പോവും. പിന്നെ 1 ടേബിൾ സ്പൂൺ വാനില എസൻസ്, പിന്നെ 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വിനേഗർ. അത് ഈ മുട്ടയുടെ സ്മെല്ല് കിട്ടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പാന് പ്രീഹീറ്റ് ചെയ്യുക. നമ്മുടെ കേക്ക് ടിന് ബട്ടറോ ഓയിലോ ഉപയോഗിച്ച് ഗ്രീസ് ചെയ്യുക.
ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അത് ഇതിലുള്ള എയർ ബബിൾസ് ഒക്കെ പോവാനാണ്. പിന്നെ ഇവിടെ ഫ്രോസ്റ്റിങ്ങിന് അൺസോൾട്ടഡ് ബട്ടർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 200 ഗ്രാം ആണ് എടുത്തിട്ടുള്ളത്. 200 ഗ്രാം ബട്ടറിൽക്ക് 200 ഗ്രാം ഐസിങ് ഷുഗർ, അതാണ് അതിൻ്റെ മെഷർമെൻറ്റ്. പിന്നെ ഐസിങ് ഷുഗർ ഇല്ലാത്തവർ വീട്ടിൽ പൊടിച്ച പഞ്ചസാര ആയാലും മതി, നന്നായി പൊടിയണം എന്ന് മാത്രം. നമ്മുടെ ഫ്രോസ്റ്റിങ്ങിനുള്ള ക്രീം റെഡി ആയിട്ടുണ്ട്. 30 മിനിറ്റ് ആയി. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 2 ലെയറായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. അത് കേക്ക് നന്നായി സോഫ്റ്റ് ആവാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഡെക്കറേഷന് വേണ്ടി ഞാൻ വൈറ്റ് ചോക്ലേറ്റും പിന്നെ ചെറീസും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. വീട്ടിൽ ടേൺ ടേബിൾ ഇല്ലാത്തവർ ഒരു പാത്രത്തിന് മേലെ, ഇത്തിരി ഹൈറ്റുള്ള പാത്രത്തിന് മേലെ ഒരു പ്ലേറ്റ് കമഴ്ത്തി വെച്ച് ചെയ്താൽ മതി. ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡെക്കറേഷന് വേണ്ടി മാറ്റിവെച്ച വൈറ്റ് ചോക്ലേറ്റ് ഞാൻ കുറച്ച് ലെയറിൻ്റെ ഇടയിൽ ഇടുന്നുണ്ട്. അത് നിങ്ങൾ ചെയ്യണമെന്നില്ല, ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായവർ സബ്സ്ക്രൈബ് ചെയ്യുക, ആ താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.